കർഷകർക്ക് ആശ്വാസ നടപടികളുമായി ഇടതു സർക്കാർ. കാർഷിക കടാശ്വാസ വായ്പാ പരിധി ഉയർത്താൻ മന്ത്രിസഭാ തീരുമാനം. വായ്പാ പരിധി 50,000-ൽ നിന്ന് 2 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കർഷകരുടെ എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകം. എല്ലാ വിളകളുടെ നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കാനും സർക്കാർ തീരുമാനം. നവകേരള നിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്ന് 3,500 കോടി വായ്പ എടുക്കാനും മന്ത്രിസഭയുടെ അനുമതി. ഇന്ന് കാർഷിക കടാശ്വാസ കമ്മീഷൻ മുഖേനയുള്ള നടപടിക്രമമനുസരിച്ച് വയനാട് ജില്ലയിൽ 2014 മാർച്ച് 31 വരെയുള്ള കാർഷിക വായ്പകൾക്കും മറ്റ് ജില്ലകളിൽ 2011 ഒക്ടോബർ 31 വരെയുള്ള കാർഷിക വായ്പകൾക്കുമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. കാർഷിക കടാശ്വാസ കമ്മീഷൻ 50,000 രൂപയ്ക്ക് മേലുള്ള കുടിശ്ശികക്ക് നൽകുന്ന ആനുകൂല്യം 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, തീർച്ചയായും കർഷകർക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും അതുപോലെ എടുത്തു പറയേണ്ട എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? കാർഷിക കടാശ്വാസ പരിധി 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമാക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കർഷകരെടുത്ത വായ്പയിൽ മേലുള്ള ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. കർഷകരെടുത്തിട്ടുള്ള കാർഷികേതര വായ്പകൾക്കും ഇത് ബാധകമായിരിക്കും. ഇടുക്കി, വയനാട് ജില്ലകളിലെ കർഷക ആത്മഹത്യാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിനുശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് സംസ്ഥാനത്തൊട്ടാകെയുള്ള കർഷകർക്ക് മൊറട്ടോറിയം ആനുകൂല്യം ഇതോടുകൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇടുക്കിയിലും വയനാടുമുള്ള കർഷകർക്ക് 2018 ഓഗസ്റ്റ് 31 വരെയുള്ള വായ്പകൾക്ക് ഈ ആനുകൂല്യം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ദീർഘകാല വിളകൾക്ക് പുതുതായി അനുവദിച്ച വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 വർഷത്തേക്ക് നൽകും. വായ്പ എടുക്കുന്ന തീയതി മുതലുള്ള 1 വർഷത്തേക്കായിരിക്കും ഇത് നൽകുക. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്താനുള്ള നിർണായക തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി കൃഷി ആസൂത്രണ വകുപ്പുകളുടെ മേധാവിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനാശത്തിന്റെ നഷ്ടപരിഹാരം നൽകുന്നതിന് 85 കോടി രൂപ ഉടൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നും അനുവദിക്കാനും ഇതിൽ 54 കോടി രൂപ ഉടൻ അനുവദിക്കാനുമുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വിളനാശത്തിന് 2015 സർക്കാർ ഉത്തരവ് പ്രകാരം നൽകി വരുന്ന നഷ്ടപരിഹാരം ചില വിളകൾക്ക് ഇരട്ടിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കവുങ്ങ്, കൊക്കോ, കാപ്പി, കുരുമുളക്, ജാതി, ഗ്രാമ്പു എന്നീ വിളകൾക്ക് നിലവിൽ ഉള്ളതിനേക്കാൾ ഇരട്ടി നഷ്ടപരിഹാര തുക ഇതോടുകൂടി ലഭിക്കും. ഏലത്തിന് ഹെക്ടറിന് നിലവിൽ നൽകിയിരുന്ന 18,000 രൂപ എന്നത് 25,000 രൂപയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക കമ്മീഷനെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ചായിരിക്കും സർക്കാരിന്റെ തുടർ പ്രവർത്തനം ഉണ്ടാകുക. ഒപ്പം തന്നെ തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ബണ്ട് കോളനിയിൽ താമസിക്കുന്ന 75 പേർക്ക് ഭൂമി അനുവദിച്ച് പട്ടയം നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രളയകാലത്ത് പുറമ്പോക്കിൽ താമസിച്ച് വീട് നഷ്ടപ്പെട്ടവർക്കും 3 മുതൽ 5 സെന്റ് വരെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി 6 ലക്ഷം രൂപ നൽകാനും സർക്കാരിന്റെ ഭൂമി ലഭിക്കുകയാണെങ്കിൽ ഇത് അനുവദിച്ചുകൊണ്ട് ഇവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഭൂമി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇവർക്ക് 3 മുതൽ 5 സെന്റ് വസ്തു വരെ മേടിക്കുന്നതിന് വേണ്ടിയുള്ള 6 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഈ 6 ലക്ഷം രൂപയ്ക്ക് പുറമെ വീട് വെക്കുന്നതിന് 4 ലക്ഷം രൂപ അനുവദിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഖി പുനരധിവാസത്തിന്റെ ഭാഗമായി ഒരു ഭക്ഷ്യ സംസ്കരണ ഫാക്ടറി തുടങ്ങുന്നതിനുള്ള തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും കർഷകർക്ക് ഏറെ ആശ്വാസം പകരുന്ന നടപടികളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി പുറത്തുവരുന്നത്. തീർച്ചയായും കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. പൂർണ്ണമായ വിശദാംശങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലത്ത് RSS പ്രവർത്തകർ വീട്ടമ്മയെ ആക്രമിച്ച് ഉടുവസ്ത്രം വലിച്ചു കീറി. തടയാൻ ശ്രമിച്ച ഭർത്താവിനെയും മക്കളെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു.
കൊല്ലം മനയിൽക്കുളങ്ങരയിൽ ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. രഞ്ജുവിന്റെ വീട്ടിലെ വേലി വണ്ടി കൊണ്ടിടിച്ച് പൊളിച്ചതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് 9 പേർ ഉൾപ്പെട്ട RSS പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചത്. തടയാൻ ശ്രമിച്ച ശ്രീദേവിയെ ചവിട്ടി വീഴ്ത്തുകയും ഉടുവസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. രണ്ടുപേരും, ഒരാൾ ബാക്കിൽ ഒരാൾ ഫ്രണ്ടിൽ. ചേട്ടനും അനിയനും എൻ്റെ വീട്ടിലേക്ക് 9 പേര്, പെണ്ണുങ്ങൾ ഉൾപ്പെടെ. പെണ്ണുങ്ങളും ഉണ്ട്, പെങ്ങന്മാരും ഉണ്ട്, ആണുങ്ങൾ മാത്രമല്ല. പട്ടിയിൽ കൊണ്ടുള്ള ആക്രമണത്തിൽ CPM പ്രവർത്തകനായ രഞ്ജുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മദ്യലഹരിയിലാണ് ആക്രമണം നടന്നതെന്ന് രഞ്ജു പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് എന്തിനാ വേലി ഇടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഒറ്റ ഇടിച്ചിട്ട് വീട്ടിനകത്തോട്ട് ഇവർ കയറി വന്ന് ഞങ്ങളങ്ങ് അടിക്കുകയായിരുന്നു. എന്നെ പട്ടിയിൽ കഷ്ണം കൊണ്ടുവന്ന് തലക്കടിച്ച് 2 പേരെ എന്നെ അടിച്ചത്. ഈ സുദർശൻ എന്ന് പറയുന്നതും ശ്രീധരൻ എന്ന് പറയുന്നതും ആളും അങ്ങടെയാണ് മാറി അടിച്ചത്. രക്ഷിതാക്കളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച മക്കൾ രഞ്ജിത്ത്, റെജിൻ എന്നിവരെയും RSS പ്രവർത്തകർ ആക്രമിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്ഘാടന തിരക്കിലാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. 8-ാം തീയതി വരെ മോദി ഉദ്ഘാടന തിരക്കിലാണ്. സർക്കാരിന്റെ ഉദ്ഘാടനങ്ങളും പ്രഖ്യാപനങ്ങളും അവസാനിച്ച് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇന്ത്യൻ മേള വ്യാപാര സൌഹൃദം ഉപേക്ഷിക്കുമെന്ന് അമേരിക്ക. ഇന്ത്യൻ വിപണിയിൽ വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ നീക്കം. $5.6 ബില്യൺ മൂല്യം വരുന്ന ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് നികുതി ഈടാക്കേണ്ടതില്ല എന്ന നയം ഉപേക്ഷിക്കാനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ഇന്ത്യയ്ക്കൊപ്പം തുർക്കിയുമായുള്ള വ്യാപാര സൌഹൃദവും അമേരിക്ക ഉപേക്ഷിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യപ്രകാരമാണ് തീരുമാനമെന്നാണ് സൂചന. കഴിഞ്ഞ ജൂണിൽ 30-ലധികം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അധിക നികുതി ചുമത്തിയത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന പാക് അവകാശവാദം ചൈനീസ് വിദേശകാര്യ വകുപ്പ് തള്ളി. പ്രശ്നം പരിഹരിക്കാൻ ഇരുവർക്കുമാകുമെന്ന് ചൈന പറഞ്ഞു. പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോയത് പരിഹരിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാൻ പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥ ചർച്ചകൾക്കായി വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നു. പുൽവാമ സ്ഫോടനത്തെ തുടർന്നുണ്ടായ സംഘർഷം പരിഹരിക്കാൻ ചൈന മധ്യസ്ഥം വഹിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി അവകാശപ്പെട്ടിരുന്നു. ഇതിനായി പ്രത്യേക ദൂതനെ അയക്കുമെന്നും ഖുറേഷി പറഞ്ഞു. എന്നാൽ ഇത് ചൈന തള്ളിക്കളഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുവർക്കുമാകുമെന്ന് ചൈനീസ് വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചു. മേഖലയിലെ സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാൻ ചൈന പരിശ്രമിക്കുമെന്നും ചൈനീസ് വക്താവ് ലൂ കാം വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ മറ്റു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് കാലങ്ങളായുള്ള ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യോമാതിർത്തി ലംഘിച്ച് വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാക് ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്നലെ രാവിലെ 11:30-നാണ് സംഭവം. ഡ്രോൺ വിമാനാവശിഷ്ടങ്ങൾ പാകിസ്ഥാൻ ഭാഗത്ത് വീണു. സ്പൈഡർ മിസൈലുമായാണ് പാക് ഡ്രോൺ എത്തിയതെന്നാണ് സംശയം. അതേസമയം ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് 300ഓളം മൊബൈലുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തി. 27-ാം തീയതിയിലെ വ്യോമാക്രമണത്തിന് ശേഷം വീണ്ടും ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാനാണ് പാക് ശ്രമം നടന്നിരിക്കുന്നത്. ഇത്തവണ കാശ്മീർ അതിർത്തിയിൽ നിന്ന് മാറി രാജസ്ഥാനിലെ കച്ച് മേഖലയ്ക്ക് മുകളിലെ വ്യോമാതിർത്തിയിൽ ആളില്ലാ വിമാനം ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ കടത്തിവിടാൻ ശ്രമിച്ചു. സ്പൈഡർ മിസൈലും വഹിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ആളില്ലാ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറുകൾ കണ്ടെത്തി. തുടർന്ന് സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ച് ബിഖനിനാൽ സെക്ടറിന് മുകളിൽ വെച്ച് ഡ്രോൺ അതിർത്തി കടക്കും മുമ്പ് തകർത്തിട്ടു. ആകാശത്തു നിന്ന് തൊടുക്കാവുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യോമസേനാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. രാവിലെ 11:30-നാണ് അതിർത്തി കടക്കാൻ ശ്രമമുണ്ടായത്. എന്നാൽ ഡ്രോണുകൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അതേസമയം ഇന്ത്യ നടത്തിയ വ്യോമാക്രമണ സമയത്ത് ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളത്തിൽ 300-ലേറെ മൊബൈൽ ഫോണുകൾ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തി. വ്യോമാക്രമണത്തിനു മുമ്പ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാശ്മീർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് സാമൂഹ്യ പ്രവർത്തക ഷബ്നം ഹാഷ്മി. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഷബ്നം ഹാഷ്മി ആവശ്യപ്പെട്ടു. സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന പേരിൽ രാജ്യ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലിൽ സംസാരിക്കുകയായിരുന്നു ഷബ്നം ഹാഷ്മി.
ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ യുദ്ധമല്ല വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ എന്ന മനുഷ്യക്കൂട്ടായ്മ. കാശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ സിറ്റിസൺസ് എഗെയിൻസ്റ്റ് വാർ മനുഷ്യചങ്ങല തീർത്തു. സാമൂഹ്യ പ്രവർത്തക ഷബ്ന ഹാഷ്മി, ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ വിജയ് സിംഗ്, വിവിധ സർവകലാശാല അധ്യാപകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മനുഷ്യചങ്ങലിൽ അണിനിരന്നു. People came out, artists, intellectuals, students, activists, saying that there is a need for de-escalation. We do not want war. We do not want war. We want peace. We want things to be solved through negotiations, because war gives only destruction. War does not give anything else. And that is why we are here today. And we hope that our voices will be heard. Election is coming. It is round the corner. And I am sure the people of this country will give a befitting reply to those who are creating an atmosphere of hate and warmongering. പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം രാജ്യത്ത് കാശ്മീരി വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും എതിരായുണ്ടായ ആക്രമണങ്ങളിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ലെന്ന് മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ബലാക്കോട്ട് വ്യോമാക്രമണവും ശേഷമുണ്ടായ സംഭവവികാസങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിച്ചത് യുദ്ധസമാനമായ സാഹചര്യമാണ്. രാജ്യത്ത് യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൂടി എല്ലാവരും ആലോചിക്കേണ്ടതുണ്ടെന്നും പ്രവർത്തകർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. രവി പൂജാരി മുഖ്യപ്രതിയായ കേസിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് എറണാകുളം ACJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവയ്പെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്? അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടുള്ളത്? ജീന, അല്പസമയമാണ് എറണാകുളം ACJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇപ്പൊ കേസിലെ ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യപ്രതിയായ രവി പൂജാരി കേസിൽ മൂന്നാം പ്രതിയാണ്. കഴിഞ്ഞ ഡിസംബർ 15 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നടി ലീന മരിയ പോളിന്റെ കടവന്തലിന്റെ ഉടമസ്ഥയിലുള്ള ബ്യൂട്ടി പാർലറിൽ മുഖംമൂടി ധരിച്ച 2 അംഗ സംഘം എത്തുകയും അവർ വെടിയുതിർക്കുകയുമായിരുന്നു. പിന്നീട് രവി പൂജാരിയുടെ പേരെഴുതിയ ഒരു കുറിപ്പ് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രവി പൂജാരി തന്നെയാണ് ഈ കേസിലെ അല്ലെങ്കിൽ ഈ ഒരു ഭീഷണിക്ക് പിന്നിലെന്ന് വ്യക്തമാവുകയും ചെയ്തു. മാത്രമല്ല, നടി ലീന മരിയ പോളിനെ 2 തവണ 25 കോടി രൂപ ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നുവെന്നും ലീന മരിയ പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണങ്ങൾ രവി പൂജാരിയുടെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെയാണ് രവി പൂജാരി ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലാകുകയും ചെയ്തത്. ഈ രവി പൂജാരി ഇതുവരെയും ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുമില്ല. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് കിട്ടാൻ വൈകുകയും ചെയ്യുകയും ഈ ഒരു സാഹചര്യത്തിലാണ് ആദ്യഘട്ട കുറ്റപത്രം രവി പൂജാരിയെ മൂന്നാം പ്രതിയായിക്കൊണ്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തൽ ഈ രവി പൂജാരി തന്നെയാണ് ഈ ഒരു വെടിവയ്പ്പിന് പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇത് ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നും സമാനമായ സംഭവം കാസർഗോട്ടും ഉണ്ടായതായും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. 2010-ലും 2013-ലും സമാനമായ സംഭവം കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കരാറുകാരുടെ ഇതേ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും 50 കോടി രൂപ ആവശ്യപ്പെടുകയും പിന്നീട് വീട്ടിലെത്തി ഇത്തരത്തിൽ വെടിയുതിർക്കുകയെല്ലാം ചെയ്ത ഒരു സമാനമായ കേസും നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ സമാന്തരമായി പോലീസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് എറണാകുളം ACJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ജീന, ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. രവി പൂജാരി മുഖ്യപ്രതിയായ കേസിൽ ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള CPIM നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AKG സെന്ററിൽ ചേരുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക പരിശോധിക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ 3ാം വട്ട ചർച്ച ഇന്ന് ആലുവയിൽ നടക്കും. 2 സീറ്റ് വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDF-ലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്നതാണ് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. അധിക സീറ്റ് നൽകാനാവില്ലെന്ന് കഴിഞ്ഞ 2 തവണ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് വ്യക്തമാക്കിയെങ്കിലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. നിലവിലുള്ള കോട്ടയം സീറ്റിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസും തയ്യാറാവില്ല. അതോടെ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടുമെന്നും ഉറപ്പായിട്ടുണ്ട്. KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും
PJ ജോസഫ് വഴങ്ങാത്തതാണ് UDF-നും കേരള കോൺഗ്രസിനും തലവേദന സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇന്നത്തേത് അന്തിമ ചർച്ചയാണെന്നും 2 സീറ്റിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു വ്യക്തമാക്കിയാൽ അത് അംഗീകരിക്കുകയേ പാർട്ടിക്ക് വഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണമെന്നാണ് PJ ജോസഫിന്റെ ആവശ്യം. എന്നാൽ PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങേണ്ടെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. പാർട്ടി പിളർന്നാലും ശരി PJ ജോസഫിന് മുന്നിൽ അടിയറവ് പറയേണ്ടെന്നും മാണി വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ച UDF-നും പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തെത്തിയത് ലക്ഷങ്ങൾ. രാത്രി 12-ന് നടന്ന പിതൃ നമസ്കാരത്തിന് ശേഷമാണ് ഔദ്യോഗികമായ ബലിതർപ്പണം പുഴയോരത്തെ ബലിത്തറകളിൽ ആരംഭിച്ചത്. ഇന്നലെ തുടങ്ങിയ ബലിതർപ്പണം ഇന്ന് മുഴുവൻ തുടരും. പ്രളയത്തിന് ശേഷമുള്ള ആദ്യ ശിവരാത്രിക്ക് പതിവ് പോലെ ബലിതർപ്പണത്തിനായി ഇന്നലെ തന്നെ വിശ്വാസികൾ ആലുവ മണപ്പുറത്തെത്തിയിരുന്നു. പിതൃമോക്ഷപ്രാപ്തിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരിയാർ തീരത്ത് ബലിതർപ്പണം നടത്താനെത്തിയത്. ഇന്നലെ രാത്രിയിൽ വ്രതമെടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മണപ്പുറത്ത് ഉറക്കമൊഴിച്ച് കാത്തിരുന്നവർ ഇന്ന് പുലർച്ചെ ബലിതർപ്പണം നടത്തിയ ശേഷമാണ് മടങ്ങുന്നത്. ശിവരാത്രി ദിവസം ബലിയിടാൻ സമയം ബാധകമല്ല എന്ന വിശ്വാസത്തിൽ ഇന്നലെ രാവിലെ മുതൽ ബലിതർപ്പണം തുടങ്ങിയിരുന്നു. എന്നാൽ മണപ്പുറത്ത് ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിച്ചത് രാത്രി 12 മണിക്ക് ശേഷമാണ്. മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും മറുകരയിൽ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുമാണ് ബലിതർപ്പണം നടക്കുന്നത്. പെരിയാറിന്റെ തീരത്ത് 176 ബലിത്തറകൾക്കാണ് ബോർഡ് അനുമതി നൽകിയിരുന്നത്. പ്രളയത്തിൽ മണപ്പുറത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ലക്ഷങ്ങൾ മുടക്കി ഇവ പഴയപടിയാക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തേതുപോലെ ഹരിത ശിവരാത്രിയാണ് ഇത്തവണയും എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാലക്കാട് പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ കെ പത്മനാഭൻ മാസ്റ്റർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. വട്ടൊള്ളി LP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു അദ്ദേഹം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടയർഡ് സ്റ്റെനോഗ്രാഫർ ദേവയാനിയാണ് ഭാര്യ. കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രൻ മകനാണ്. K ഗീത, K രവീന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റു മക്കൾ. എത്നിക് ഫാഷൻ രംഗത്തെ കൊച്ചിയിലെ പ്രമുഖ വിൽപ്പന കേന്ദ്രമായ ബൈഹാൻഡിന്റെ സേവനം ഇനി ഓൺലൈനിലും ലഭ്യമാകും. ബൈഹാൻഡ് ഷോറൂമുകളിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബൈഹാൻഡിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഉപഭോക്താക്കൾക്ക് വാങ്ങാം. ചലച്ചിത്ര താരം ആശ അരവിന്ദ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എത്നിക് വസ്ത്രങ്ങൾ, ഹോം ഡെക്കോർ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വേറിട്ട ശേഖരമാണ് ബൈഹാൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. വെബ്സൈറ്റ് ലോഞ്ചിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു.